ത്രില്ലറും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ കളിമണ്ണ് പോലെയുള്ള അല്ലെങ്കിൽ അലമാര ഇങ്ങനെയുള്ള മൂവീസ്, പ്രണയം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ജോണർ ഷിഫ്റ്റ് വരുമ്പോ ഹൗ ഡു യു മാനേജ്? അതെ, ജോണർ ഷിഫ്റ്റ് ആണ് നമുക്ക് ഒരു നിലനിൽക്കുന്ന കാര്യം. കാരണം ഇപ്പൊ അൻവർ കഴിഞ്ഞ് പിന്നെ ഏതാണ്ട് ഒരു 8 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഈ പ്രണയം ചെയ്യുന്നത്. അതിന് ആ അൻവർ കഴിഞ്ഞിട്ട് പിന്നെ കുറേ അത്തരം സിനിമകളാണ്, കുറെ ആക്ഷൻ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു ടൈപ്പ് ആവുമോ നമ്മൾ പേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു, അങ്ങനെ ഒരു ജോണറിൽ തന്നെ നിൽക്കണം എന്നില്ല. ഇപ്പൊ ഈ ജിത്തു ജോസഫിന്റെ കൂടെ കുറച്ചിങ്ങനെ ബാക്ക് ടു ബാക്കിലാണ് ത്രില്ലർ എന്നൊരു ഇതിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ മറ്റേത് അങ്ങനെയല്ലായിരുന്നു. മറ്റേത് കുറെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ടേഴ്സും വ്യത്യസ്തമായിട്ടുള്ള കഥകളും ഒക്കെ ആയി. അല്ല, ഇത് വ്യത്യസ്തമായിട്ടുള്ള കഥകളെന്നല്ല അല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ഡയറക്ടറുടെ കൂടെ കുറെ നാളായിട്ട് ഇപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഇപ്പം ജിത്തു ചേട്ടൻ്റെ കൂടെ. അതുവരെയും ഇങ്ങനെ പല ടൈപ്പ് കഥകളും ഒക്കെ ആയിരുന്നു.